ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരി. തിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണം ചന്തയ്ക്ക് തുടക്കമായി. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഓണം ചന്ത ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ആവശ്യങ്ങളോട് കരുതലും കാവലും നൽകുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ കാണിക്കുന്ന മാതൃക മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നസീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭാ ചെയർമാൻ ഇബ്രാഹിം ഹാജി ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, ഷാഫി ഹാജി കൈനിക്കര, കക്കോടി മൊയ്തീൻകുട്ടി ഹാജി, യാസർ പയ്യോളി, ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ, സൈതാലിക്കുട്ടി AK, താജുദ്ദീൻ റൈഹാനത്ത്, എറമുട്ടി, മുഹമ്മദ് ബഷീർ, KP നിഷാദ് മൂപ്പൻ, കവിത, അഫ്സത്ത്, സമദ് PV, നിസാർ A, ഗോപാലകൃഷ്ണൻ, വാഹിദ് ബഷീർ, സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ, സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സഹകരണ മേഖലയുടെയും പൊതുസമൂഹത്തിന്റെയും ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഓണം ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതിയ അധികാരത്തിൽ വന്ന UDF സർക്കാർ അതിനെ പരമാവധി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സർക്കാർ വന്ന് 2 മാസമേ ആയിട്ടുള്ളെങ്കിൽ പോലും ഇതിൽ ഇടപെടേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനുവേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വേണ്ടി പണം നീക്കിവെക്കുകയും അതേപോലെ തന്നെ ഇതേപോലെ വിപണികൾ തുറക്കാൻ, ഓണച്ചന്തകൾ ഇപ്പോൾ തുറക്കാനുള്ള സംവിധാനങ്ങളും തീരുമാനങ്ങളും ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും ചെയ്യും. പൂർവാധികം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഒരു ഇടപെടലാണ് ഈ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങളോട് പരമാവധി ഈ മേഖലയിൽ ഇടപെടണമെന്നും സാധനങ്ങൾ പരമാവധി ജനങ്ങൾക്ക് എത്തിക്കാൻ ഒരു സഹായക ഹസ്തമായി സഹകരണ സ്ഥാപനങ്ങൾ മാറണമെന്നും സർക്കാർ ഉദ്ദേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഓണം ഈ ചന്തയെ പറ്റി 1-2 വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സഹകരണ സംഘങ്ങളുടെ ചന്ത ആരംഭിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. കാരണം ഈ സഹകരണ സംഘങ്ങളൊക്കെ നാണയത്തുട്ടുകളാണ് ഇതിൻ്റെ ഉത്ഭവം, അസറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഓണം, പെരുന്നാൾ, വിഷു പോലെയുള്ള പ്രധാന ദിവസങ്ങൾ നമുക്കന്ന് വളരെയധികം പ്രയാസങ്ങളും ആഗ്രഹങ്ങളും വെറികളുമായിരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരം സഹകരണ സംഘങ്ങളാണ് ഇങ്ങനെ ചന്ത സംഘടിപ്പിച്ചത്. ഓണം വിപണന മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന ഇങ്ങനെയുള്ള ഒരു പരിപാടി എല്ലാ വർഷവും നടത്തി വരാറുള്ള സഹകരണ ബാങ്കിന്റെ മാനേജർ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ ഒരു വിപണന മേള വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഓണത്തോടനുബന്ധിച്ച് വിപണിയിൽ വിലക്കയറ്റവും പരിധിവരെ കടന്നു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ് സംഘടിപ്പിച്ച ബാങ്ക് ഭരണസമിതിയെയും അതിനോട് സഹകരിച്ച ജീവനക്കാരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സഹോദരി സഹോദരന്മാരെ, വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ ഒരു വേളയിലാണ് നമ്മുടെ തിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഓണം സഹകരണ വിപണിയുടെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സ്വന്തം ബാങ്കാണ്. ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾക്കും അതായത് നിയമപരമായിട്ട് ആ ബാങ്കിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ സർവീസ് ബാങ്ക്. അത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണെങ്കിലും അതിൻ്റെ ഡയറക്ടർ ബോർഡാണെങ്കിലൊക്കെ എല്ലാവരോടും ആ ഒരു തരത്തിലുള്ള സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ബാങ്കിനെ കാണുന്നത്. ഇന്ന് നമുക്കറിയാം, സഹകരണ മേഖലയിൽ വിവിധ പരിപാടികൾക്കാണ് സർക്കാർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഓണം വിപണി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഓണച്ചന്തകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി തിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിലൊരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിൽ വളരെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇത്തരത്തിൽ ഒരു കിറ്റിലൂടെ ഈ സ്ഥാപനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, കാലാകാലങ്ങളിൽ ATM സൗകര്യമായിരുന്നാലുമൊക്കെ അതാത് സമയങ്ങളിൽ ഉചിതമായ രീതിയിൽ കസ്റ്റമേഴ്സിന് ആവശ്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഈ സഹകരണ ബാങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ ഭരണസമിതിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ബാങ്കിൻ്റെ കീഴിൽ ഇതുപോലൊരു ഓണച്ചന്ത സംഘടിപ്പിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അനുഗ്രഹമാണ്.
ജനങ്ങൾക്ക് ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനം അത് ഈ സഹകരണ പ്രസ്ഥാനത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് സഹകരണ സ്ഥാപനങ്ങളുടെ ആ കാഴ്ചപ്പാടിനനുസൃതമായുള്ള അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ കാഴ്ചപ്പാടിനനുസൃതമായുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. വില പിടിച്ച് നിർത്താൻ ഇതുപോലെയുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. എല്ലാ വർഷവും ഇതുപോലെ സർവീസ് സഹകരണ മേഖലയിൽ ബാങ്ക് ഇത്തരം പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്ത് വില നിലവാരം പിടിച്ചു നിർത്തപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെയും ഇതുപോലെ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും, അതോടൊപ്പം തന്നെ ഇതിന് സ്ഥലങ്ങളൊക്കെ തന്നെ അനുവദിക്കപ്പെട്ട പ്രിയപ്പെട്ട ബിൽഡിങ്ങിൻ്റെ ഓണർ ഷാഫിയാജി അടക്കമുള്ള ആളുകൾക്ക് നന്ദിയും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള വിലക്കയറ്റം ഇന്ന് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും വിപണിയിൽ ഇടപെടുക എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഉത്തരവാദിത്തമാണ്. ആ നിലക്കാണ് സംസ്ഥാന സഹകരണ വകുപ്പ് ശ്രീ എം ലിജു നേതൃത്വം നൽകുന്ന സംസ്ഥാന സഹകരണ വകുപ്പ് ഇത്തരത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ വെച്ചുകൊണ്ട് വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് ഓണം പോലുള്ള നമ്മുടെ ഒരു ഉത്സവത്തിൽ നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഓണം വളരെ സുഭിക്ഷമായിക്കൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാവരും ആഘോഷിക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവണം. തീർച്ചയായും ആ നിലക്കുള്ള ഒരു ഇടപെടലാണ് ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചന്ത ഒരുക്കിയാണ്. അപ്പോൾ അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ ഓണച്ചന്തയ്ക്ക് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ സഹകരണം എന്ന് പറയുന്നത് ഒരു കരുതലിൻ്റെ ഒരു നിക്ഷേപമായിട്ട് നോക്കുന്നത്. വെറും ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുക എന്നാണ് സഹകരണ സ്ഥാപനങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴൊക്കെ വീടുകളടക്കം വെച്ച് കൊടുത്തുകൊണ്ട് സംസ്ഥാനത്ത് മാതൃകയായ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കാറ്റിയ പ്രിയപ്പെട്ട കേരളത്തിലെ പ്രമുഖ സഹകാരിയായ കുറുക്കോളി മൊയ്തീൻ സാഹിബ് MLA അവർകളാണ്. അദ്ദേഹത്തിന് എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കും. മീഡിയ ന്യൂസ്, തിരൂർ.